പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സാഫ് സത്തര എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. പോസ്റ്റർ തയ്യാറാക്കാം. ഉറുദുവിൽ പോസ്റ്റർ തയ്യാറാക്കുന്നതിന് 4 മാർക്കാണ്. ഇപ്പോഴും പലർക്കും ഉറുദുവിൽ സിമ്പിളായിട്ട് എങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാമെന്ന് പല കുട്ടികൾക്കും അറിയില്ല. എങ്ങനെ ഉറുദുവിൽ സിമ്പിളായിട്ട് പോസ്റ്റർ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ദേഖിയേ, സാഫ് സത്തര ദേശ് എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്. इंसान और फितरत के मौजू पर പോസ്റ്റർ തയ്യാർ കരൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദ്യത്തിൽ തന്നെ വിഷയം തന്നിട്ടുണ്ടാകും. ഇവിടെ തന്നിരിക്കുന്ന വിഷയം ഇൻസാൻ ഔർ ഫിത്രത്ത്, മനുഷ്യനും പ്രകൃതിയും എന്ന മൗസൂ പർ വിഷയത്തിൽ ഏക്ക് പോസ്റ്റർ തയ്യാർ കരൂ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസൊക്കെ തയ്യാറാക്കാൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നാം അറിഞ്ഞിരിക്കണം? ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഉൻവാൻ, ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ എന്താ ടൈറ്റിൽ കൊടുക്കുക? സാഫ് സത്തര ദേശ് എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പോസ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വിഷയം ഇൻസാൻ ഔർ ഫിത്രത്ത്, മൗസൂ. മൗസൂ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, മൗസൂ വിഷയം. ഈ വിഷയത്തിനോട് ആസ്പദമായിരിക്കണം നമ്മുടെ ഉൻവാന് വരുന്നത്. തലക്കെട്ട് വരുന്നത് എന്താണ്? വിഷയമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഓക്കെ, അടുത്തത് താരീഖ്, അതിൻ്റെ തീയതി, ഡേറ്റ് കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കണം. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ താരീഖ് നമ്മൾ കൊടുത്തിരിക്കണം, ഡേറ്റ് കൊടുത്തിരിക്കണം. അടുത്തത് ജഗ, സ്ഥലം. ഓക്കെ, കൃത്യമായിട്ട് പ്ലേസ് നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ അതിൻ്റെ സ്വദാരത്ത്, ഏതൊരു പ്രോഗ്രാമിനും അതിനൊരു അധ്യക്ഷനുണ്ടാകും. സ്വദാരത്ത് പറഞ്ഞാൽ അധ്യക്ഷനുണ്ടാകും, ആ അധ്യക്ഷനെ കൊടുക്കാം. അതേപോലെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം. ഓക്കെ, ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാവും അല്ലേ? ഇസ്ഹാറെ തശക്കർ, നന്ദി. അവസാനം വരുന്നതാണ് നന്ദി. ഓക്കെ, ഒന്നും കൂടി വായിച്ചു നോക്കൂ. ഒരു പോസ്റ്റർ വരുമ്പോൾ അതിൽ മൗസു ഉണ്ടാവും, പ്രത്യേക മൗസു, ഇൻസാൻ ഔർ ഫിത്രത്ത് എന്നുള്ളൊരു വിഷയം. ഇത്തരത്തിലൊരു ടോപ്പിക്കിൽ വരുമ്പോൾ അതിൽ നല്ലൊരു ഉൻവാന് കൊടുക്കണം, നല്ലൊരു ഹെഡിങ് കൊടുക്കണം. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഉൻവാന് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നല്ല തലക്കെട്ട്, നല്ല തലവാചകം എന്താണ്, നല്ല കട്ടി കൂട്ടിയിട്ട് കൃത്യമായിട്ട് നല്ല വൃത്തിയിലൊരു എന്താണ് ഫിത്രത്ത് കി ബച്ചാവോ എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കാം. നമുക്ക് നോക്കാം, ഒരു മോഡൽ നോക്കാം. പിന്നീട് താരീഖ് വേണം, അതിന് ഡേറ്റ് കൊടുക്കണം. ജഗ, പ്ലേസ് കൊടുക്കണം, ജഗ എന്ന് പറയട്ടോ. അതേപോലെ സ്വദാരത്ത്, അധ്യക്ഷൻ. ഇഫ്തിതാഹ്, ഉദ്ഘാടകൻ ആരാണെന്നുള്ളത് ഉണ്ടായിരിക്കണം. അതുപോലെ ഇസ്ഹാറെ തശക്കർ, നന്ദി ആരാണ് പറയുന്നത് എന്നുള്ളത്. ഇതാണ് ഒരു പ്രോഗ്രാമിൻ്റെ ചെറിയൊരു രൂപം എന്നുള്ളത്. നോക്കാം, നമുക്കൊരു മോഡൽ നോക്കാം. ഫിത്രത്ത് കി ബച്ചാവോ എന്ന പേരിൽ എന്ത് ചെയ്തു? ഹെഡിങ് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ മക്കൾ ശ്രദ്ധിക്കണം, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് നല്ലൊരു ഔട്ട്ലൈൻ കൃത്യമായിട്ട് വരക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യണം? നല്ല വൃത്തിയിൽ നല്ല ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് ഫിത്രത്ത് കി ബച്ചാവോ, പ്രകൃതിയെ രക്ഷിക്കൂ എന്നുള്ള പേരിൽ എന്ത് ചെയ്യാം? പോസ്റ്ററിൻ്റെ ഒരു തലവാചകം കൊടുക്കാം. എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ താരീഖ് കൊടുക്കാം, 2025 മാർച്ച് 9. ദിവസം കൊടുക്കുക, ഏത് ദിവസമാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. ദിവസം, പേർ, തിങ്കളാഴ്ച ദിവസം അല്ലേ? അവർ ഷാം 6 ബജെ, വൈകുന്നേരം 6 മണിക്ക് 6 ബജെ. സ്കൂൾ മൈതാനത്ത് വെച്ചിട്ടാണ്. പ്ലേസ് നമ്മൾ പറഞ്ഞു, പ്ലേസ് കൊടുക്കണം. താരീഖ് പറഞ്ഞു, എന്നാണ് ഡേറ്റ് പറഞ്ഞു. ഓക്കെ, ഒരു അലാക്കായി സെമിനാർ, ഒരു പ്രാദേശിക സെമിനാറാണ് സംഘടിപ്പിക്കുന്നത്. അപ്പം അതിലെ സ്വദാരത്ത് കൊടുത്തു. നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? സ്വദാരത്ത്, അധ്യക്ഷൻ ജയകുമാർ, സദർ പഞ്ചായത്ത്. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റാണ് ആരായിട്ട് വന്നത്? അധ്യക്ഷനായിട്ട് വന്നത് ജയകുമാർ എന്ന പേരിൽ. അതേപോലെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം, അഹമ്മദ് ജമാൽ ആരാണ്? MLA ആണ് ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്, അഹമ്മദ് ജമാൽ എന്നുള്ളത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. പോസ്റ്ററിന് ഒന്നുകൂടി മനോഹരമായിട്ടൊരു അതിഥി വരുന്നുണ്ടെങ്കിലോ, ഈ ഒരു പ്രോഗ്രാമിന് ഒരു മുഖ്യ അതിഥി വരുന്നുണ്ടെങ്കിൽ, ചീഫ് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ ഉറുദുവിൽ പറയുന്നതാണ് ഹുസൂസി മെഹ്മാൻ.
ഹുസൂസി മെഹ്മാൻ എന്ന് പറഞ്ഞാൽ മുഖ്യ അതിഥി. ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന ഗസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഹുസൂസി മെഹ്മാൻ, മുഖ്യ അതിഥി. ഓക്കെ, റംല വാർഡ് മെമ്പറായിട്ട് പേര് കൊടുത്തിട്ടുണ്ട്, ഹുസൂസി മെഹ്മാൻ എന്നുള്ള രീതിയിൽ റംല വാർഡ് മെമ്പർ. അടുത്തൊരു പോയിന്റാണ് ഇസ്ഹാറെ തശക്കുർ. ഇസ്ഹാറെ തശക്കുർ എന്ന് പറഞ്ഞാൽ നന്ദി പ്രകടമാക്കുന്നത്. വിനോദ് സദർ PTA, ഓക്കെ, PTA പ്രസിഡന്റാണ് വിനോദ്. ഇവരാണ് ഇസ്ഹാറെ തശക്കുർ. ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഇസ്ഹാറെ തശക്കുർ വരുന്നത്. എന്താണ്? നന്ദി പ്രകടിപ്പിക്കുന്ന നന്ദി പ്രസംഗം. ഓക്കെ, ആപ് സബ്ക ഹൈർ മുഖദ്ദം, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോസ്റ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലൊരു പോസ്റ്റർ നിങ്ങളുടെ പാഠഭാഗത്ത് കൃത്യമായിട്ട് അതിന് സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹിഫ്രത്ത് കി ഹിഫാസത്ത് ഹമാരി ജിമ്മദാരിയെന്നോ ഇങ്ങനെയൊക്കെ ഇതേ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ കൂടുതലും ചാൻസ് ഉണ്ട് മക്കളെ. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും നോട്ടീസ് തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഫിത്രത്ത് കി ഹിഫാസത്ത് അമാരി ജിമ്മദാരി, അതൊരു തലവാചകം കൊടുത്തു, ഒരു ഉൻവാന് കൊടുത്തു. മാഹോലിയത്തേക്ക് തഹഫുസ് ഫർ, എന്താണ്? പ്രകൃതിയെ എന്താണ് തഹഫുസ് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അലാക്കായി സെമിനാർ, ഒരു പ്രാദേശിക സെമിനാർ സംഘടിപ്പിക്കുന്നു. ഓക്കെ, വർഷം കൊടുത്തിട്ടുണ്ട് 2024 ഒക്ടോബർ സുബഹ് 10 ബജെ, 10 മണി സമയം. ഓക്കെ, ടൗൺ ഹാൾ പാലക്കാട് സ്ഥലം കൊടുത്തു. പിന്നെ ഇഫ്തിതാവ് കൊടുത്തു, ഉദ്ഘാടനം കൊടുത്തു. മക്കാലിമാനിക്കാർ, അവിടെ നമ്മൾ ഹുസൂസി മെഹ്മാൻ എന്നുള്ള പകരം മറ്റൊരു മക്കാലിമാനിക്കാർ ഇവിടെ പ്രബന്ധം അവതരിപ്പിക്കുന്നത്, ഈ സെമിനാറിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന ആൾ. മറ്റാൾ ഹുസൂസി മെഹ്മാനായിരുന്നു, മുഖ്യ അതിഥി ആയിരുന്നു. ഇവിടെ മറ്റൊരു പേരിൽ കൊടുത്തു, ആപ് സബ്ക ഹൈർ മുഖദ്ദം, നിങ്ങളെല്ലാവരെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള വേർഡും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ചിത്രം കൂടി വരക്കാൻ കഴിയുന്ന, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിത്രം കൂടി വരക്കാൻ കഴിയുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് ചിത്രം കൂടി വരച്ച് നല്ല ഭംഗിയിൽ ഔട്ട്ലൈനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് സിമ്പിളായിട്ട് തയ്യാറാക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും പോസ്റ്റർ തയ്യാറാക്കാൻ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യണം, ആ 4 മാർക്ക് കിട്ടണം. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ഒരു പോസ്റ്റർ എങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കുക എന്നുള്ളത്? ഓക്കെ.